നമുക്കിന്ന് ബാങ്കെ ബിഹാരിയുടെ അനുഗ്രഹത്താൽ കുഷ്ഠരോഗം ഭേദമായിട്ടുള്ള ഒരു സ്ത്രീയുടെ കഥ കേൾക്കാം. സമ്പന്നയായിട്ടുള്ള ഒരു വ്യവസായിയുടെ ഭാര്യയായിരുന്നു ഈ പറയുന്ന സ്ത്രീ. അപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവനും അവരുടെ ഭർത്താവിനെയും 3 ആൺമക്കളെയും അവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് ജീവിച്ച ഒരു സ്ത്രീയാണ്. അങ്ങനെ അവർ ആ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടിലെ എല്ലാവരുടെ കാര്യങ്ങളും നോക്കി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവരുടെ കാലിൽ ഒരു ചെറിയ മുറിവുണ്ടായി. അത് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ചികിത്സിച്ചപ്പോൾ ഇത് കുഷ്ഠരോഗമാണെന്ന് അറിയുന്നത്. ഈ അറിഞ്ഞ നിമിഷം മുതൽ അവരുടെ കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ മനോഭാവത്തിലും അവരോടുള്ള പെരുമാറ്റത്തിലും പെട്ടെന്നാണ് മാറ്റം വന്നത്. എത്ര പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു അവരൊരു കാലത്ത്, പക്ഷേ അതേ മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും അവർക്ക് ഏറ്റവും അധികം വേദന അനുഭവിക്കേണ്ടി വന്നു. അവരെല്ലാവരും ആ സ്ത്രീയെ തികച്ചും ഒഴിവാക്കിയ ഒരു അവസ്ഥയായിരുന്നു. അവരാ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ താമസിക്കുന്ന സ്ഥിതിയിലായി. ആരും അവരുടെ അടുത്ത് സംസാരിക്കാൻ കൂടെ കൂട്ടാക്കാണ്ടേയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവരുടെ മക്കളിൽ ഒരാൾ വന്ന് പറഞ്ഞു, കുഷ്ഠരോഗം പകരുന്ന അസുഖമായതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കാൻ സാധ്യമല്ല, എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് പോയാൽ മതി, ഞങ്ങൾ അതിനുള്ള പൈസ അമ്മയ്ക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഇതും കൂടി കേട്ടതും അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്നും തന്നെ അവരുടെ ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് തോന്നി. കാരണം ഇത്രയും കാലം ആ സ്ത്രീ ജീവിച്ചത് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പെട്ടെന്നൊരു ദിവസം തനിക്ക് അസുഖം വന്നപ്പോൾ നോക്കാൻ ആരും ഇല്ലാണ്ടായി. ആ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു. ആർക്കും അസുഖമൊന്നും വരുത്തരുതേന്ന് വിചാരിച്ച് ആ സ്ത്രീ ഒരു മൂലയ്ക്ക് ഒരു റൂമിൽ കഴിഞ്ഞപ്പോഴും പിന്നെയും മക്കൾ വന്ന് പറയുകയാണ് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ആരും അറിയാണ്ട് ഇറങ്ങി കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് അവർ വൃന്ദാവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വൃന്ദാവനത്തിലെത്തി. ക്ഷേത്രത്തിന് പുറത്തുള്ള സ്ഥലത്ത് അവരൊരു വൃദ്ധയെ പരിചയപ്പെട്ടു. അങ്ങനെ അവർ വൃന്ദാവനത്തിൽ ഭക്തർ നൽകുന്ന എന്തെങ്കിലുമൊക്കെ ദാനമായിട്ട് കിട്ടുകയാണെങ്കിൽ അതും, പിന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദമൊക്കെ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി വസ്ത്രത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ യാചിക്കുമ്പോൾ ആ സ്ത്രീക്ക് ആദ്യം മടിയുണ്ടായിരുന്നു. കാരണം എത്രയോ സമ്പന്നയായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അവർ യാചിച്ച അമ്പലത്തിന് മുമ്പിലിരിക്കുന്നത്. അങ്ങനെ അവർ എല്ലാ ദിവസവും പകൽ സമയത്ത് ഇങ്ങനെ ഭിക്ഷയൊക്കെ യാചിച്ച് വൈകുന്നേരം യമുന നദിയിൽ പോയിട്ട് കുളി കഴിഞ്ഞ് രാത്രി ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ട് തൊഴുക. അങ്ങനെയായിരുന്നു ആ സ്ത്രീയുടെ പതിവ്. അങ്ങനെ ഒരു ദിവസം അവർ പകൽ മുഴുവൻ അങ്ങനെ പകൽ മുഴുവൻ അങ്ങനെ ഭിക്ഷയെടുത്തതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരം നദിയിലേക്ക് കുളിക്കാൻ പോയതാണ്. പെട്ടെന്ന് കാല് വഴുതിയിട്ട് നദിയിലേക്ക് വീണു. ബോധം പോണേൻ്റെ മുന്നേ അവർക്ക് പെട്ടെന്നൊരു ഓർമ്മയുണ്ട്. ആരോ ഒരാൾ വന്ന് തന്നെ രക്ഷിക്കുന്നതായിട്ട് അവർക്ക് ചെറിയൊരു ബോധമുണ്ട്. അങ്ങനെ ബോധം അറിയണം. കുറച്ച് കഴിഞ്ഞ് അവരുടെ ബോധം വന്നപ്പോഴാണ് ചുറ്റുമുള്ളവരെല്ലാം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ആരാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, അവരെവിടെ? ആ ഒരു യുവാവിനെ അവർ തിരയുകയാണ്. ബോധം പോണേൻ്റെ മുന്നേ അവർക്ക് ചെറുതായിട്ട് അവർക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നു, മനസ്സിൽ ആരോ ഒരാൾ രക്ഷിക്കുന്നതായിട്ട്. പക്ഷെ ആരും അങ്ങനെ ഒരാളെ അവിടെ ആരും കണ്ടതായിട്ട് ഓർത്തെടുക്കണില്ല. അവിടെ ചുറ്റും കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു, വേഗം തന്നെ ബാങ്കെ ബിഹാരി ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനോട് നന്ദി പറയൂ, രക്ഷിച്ചത് ഭഗവാൻ തന്നെയായിരിക്കുന്നു. അപ്പോഴാണ് ആ സ്ത്രീ അവരുടെ കാലിലേക്ക് നോക്കി. കാലിൽ ഒരു കുഴപ്പമില്ല, തൻ്റെ മുറിവൊക്കെ ഉണങ്ങിയിരിക്കണു, രോഗം ഭേദമായിരിക്കണു. മുറിവുണ്ടായിരുന്നതിൻ്റെ ഒരു ലക്ഷണം പോലും ആ സ്ത്രീയുടെ ശരീരത്തിൽ ഇല്ല. കുഷ്ഠരോഗം മുഴുവനായിട്ടും ഭേദമായിരിക്കണം. ആ ഭഗവാന്റെ കരസ്പർശം ഏറ്റതോടുകൂടി അവരുടെ അസുഖങ്ങൾ മുഴുവൻ ഭേദമായിരിക്കണു. ലൗകിക ജീവിതത്തിൽ നിന്നുള്ള എല്ലാ കെട്ടുപാടുകളും തന്നിൽ നിന്ന് വിട്ടുപോയതായിട്ട് ആ സ്ത്രീക്ക് തോന്നുകയാണ്. അങ്ങനെ വേഗം അവർ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കണ്ട ആ ക്ഷേത്രത്തിലെ ചിത്രം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഓക്കെ, തന്നെ രക്ഷിക്കാൻ വന്നതും ഇതേ രൂപത്തിലും ഭാവത്തിലുമുള്ള ആളായിരുന്നു. അപ്പോഴാണ് ഭഗവാന്റെ മഹാത്മ്യം അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവർ അവരുടെ ശിഷ്ടകാലം ബാങ്കെ ബിഹാരിയിൽ വരുന്ന ഓരോ ആളുകളെയും സേവിച്ചും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ഷേത്രത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടി. തൻ്റെ അടുത്ത് വരുന്ന ഏതൊരാൾക്കും ആ സ്ത്രീ മുഖം നോക്കാണ്ട് എന്താണെങ്കിലും തന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സഹായം ചെയ്തു കൊടുത്തിട്ട് അവർ ബാക്കിയുള്ള കാലം സന്തോഷത്തോടെ അവിടെ ഭഗവാനെ സേവിച്ച് ബാങ്കെ ബിഹാരി ക്ഷേത്രത്തിൽ കഴിഞ്ഞുകൂടി.